ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് ഗ്രൂപ്പ് അഗ്രിമെൻറ്റിൽ ഈ 13ാമത്തെ സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സെക്ഷൻ കൊണ്ട് നമ്മൾ ഇത് കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് ആയതുകൊണ്ട് കുറച്ചധികം റൂൾസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമ്പിൾ സഹിതം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും എഴുതി പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ റൂൾ 13 പറയുകയാണ്. When a plural noun denotes some particular quantity or amount considered as whole, it takes singular verb. In other words, when a plural noun is preceded by a numeral or number, the verb is singular. അതായത് ഒരു പ്ലൂറൽ നൗണായിട്ടുള്ള വരുന്നത് ക്വാണ്ടിറ്റിയെയോ അല്ലെങ്കിൽ എമൗണ്ടിനെയോ ആണ് അത് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ വെർബ് സിംഗുലറാണ് എടുക്കേണ്ടത്. അതായത് പ്ലൂറൽ നൗൺ വരുന്നത് ന്യൂമറലോ ഒരു നമ്പറിലോ വരികയാണെങ്കിൽ വെർബ് സിംഗുലറാണ്. ഇത് നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാവും. എക്സാമ്പിൾ, 500 rupees ഈസ് എ ഗുഡ് എമൗണ്ട്. ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 5 എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്, 500 എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്, റുപ്പീസാണ് ഇവിടെ നൗൺ. ഈ റുപ്പീസ് സിംഗുലർ ആയതുകൊണ്ട് അതിന് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഈസാണ്. 500 rupees ഈസ് എ ഗുഡ് എമൗണ്ട്. 500 rupees were distributed among the flood victim. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ 500 rupees എന്നുള്ളത് വന്നിരിക്കുന്നത്. എങ്കിലും ഇവിടെ എമൗണ്ടിനെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ ഫ്ലഡ് വിക്ടിംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ വെർബ് വരേണ്ടത് വെയർ ആണ്. 500 rupees വെയർ distribute among the flood victims. 10 miles is a long distance. ഇവിടെ 10 miles കഴിഞ്ഞ് വരുന്നത് ഈസാണ്. A 100 rupee note was lying in the road. ഇവിടെ നോട്ടിനെ സൂചിപ്പിക്കാനാണ് 100 rupee ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാസാണ് സിംഗുലർ സബ്ജക്റ്റ് വരുന്നത്. 100 rupees നോട്ട് വാസ് ലൈയിങ് ഓൺ ദ റോഡ്. ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസ് ഒരിക്കലും അഡ്ജക്റ്റീവ് പ്ലൂറലായിട്ട് വരില്ല. അതുകൊണ്ടാണ് 100 rupees എന്ന് വരില്ല, 100 rupee എന്നേ വരുള്ളൂ. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത റൂൾ 14ാമത്തേലേക്ക് നമ്മൾ പോവുകയാണ്. ഇഫ് എ സബ്ജക്റ്റ് ഹാസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ദ വെർബ് ഷുഡ് ബി എഗ്രി വിത്ത് ദ പോസിറ്റീവ് സബ്ജക്റ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു സബ്ജക്റ്റിൽ പോസിറ്റീവ് നെഗറ്റീവായ സെൻസ് വാക്കുകളുണ്ടെങ്കിൽ സബ്ജക്റ്റ് വരേണ്ടത് പോസിറ്റീവുമായി ബന്ധപ്പെട്ടുള്ള വെർബ് വരേണ്ടത് പോസിറ്റീവുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കും. അത് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് നോട്ട് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ബട്ട് ദ പ്രസിഡന്റ് ഹൂ ഡിസൈഡ്സ് ദിസ് ഇഷ്യൂ. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്നുള്ളത് നെഗറ്റീവാണ്. അതിനുശേഷം ബട്ട് വന്നു, ബട്ടിന് ശേഷം ദ പ്രസിഡന്റ് ഹൂ ഡിസൈഡ്സ് ദിസ് ഇഷ്യൂ. ഇവിടെ നമുക്ക് വരുന്നത് പ്രസിഡൻ്റാണ്. ഹൂ ഡിസൈഡ്സ് എന്നുള്ളത് സിംഗുലറായിട്ടുള്ള ഇതാണ് വരേണ്ടത്. ദ തീഫ് ആൻഡ് നോട്ട് ഹിസ് സൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ തെഫ്റ്റ്. ഇവിടെ ദ തീഫ് എന്നുള്ള പോസിറ്റീവ് സെൻറ്റൻസ് നോക്കി അത് സിംഗുലർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഈസ് ആയിട്ടുള്ള സിംഗുലർ വെർബാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ തീഫ് ആൻഡ് നോട്ട് ഹിസ് സൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ തെഫ്റ്റ്. The teachers but not the principal have decided to attend the seminar. ഇവിടെ ദ ടീച്ചേഴ്സ് ആയിട്ടുള്ള പ്ലൂറൽ സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മൾ വെർബ് എടുക്കേണ്ടത് ഹാവ് തന്നെയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ലാസ്റ്റ് റൂൾ 15 സെക്ഷൻ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാണ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. സർട്ടൺ അൺകൗണ്ടബിൾ നൗൺസ് ലൈക്ക് ഫർണിച്ചർ, സീനറി, ലഗേജ്, അഡ്വൈസ്, ന്യൂസ്, പോയട്രി, മെഷീനറി, സ്റ്റേഷനറി, ട്രാഫിക്, ഡർട്ട്, ബാഗേജ്, ഡസ്റ്റ്, ഇൻഫർമേഷൻ, വർക്ക്, എവിഡൻസ്, എക്യുപ്മെൻറ്റ്, ബ്രെഡ്, ഫ്യൂവൽ, ബിസിനസ്, എത്തിക്സ്, അത്ലറ്റിക്സ്, ക്ലാസിക്സ്, ഇന്നിങ്സ്, ഗാലോസ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ടേക്സ്, സിംഗുലർ വെർബ്. അതായത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാക്കുകളായി ഈ വാക്കുകളെല്ലാം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ദ ലഗേജ് വാസ് എ ലൈയിങ് അറ്റ് ദ സ്റ്റേഷൻ. ദീസ് ഡേയ്സ് ന്യൂസ് ഈസ് ട്രാവലിംഗ് ഫാസ്റ്റർ. The poetry of John Keats is very interesting. Mathematics is a good subject. The furniture of the room has been shifted. The above noun are uncountable noun. We cannot make them plural by adding s, es, ies to them. അതായത് നമ്മൾ ഈ ലഗേജ്, അഡ്വൈസ് എന്നിവയുടെ കൂടെ എസോ ഇ എസോ ചേർത്ത് നമുക്ക് പ്ലൂറൽ നൗൺ ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമുക്ക് ഇവിടെ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഹി ഹാസ് ഗിവൺ അഡ്വൈസസ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹി ഹാസ് ഗിവൺ അഡ്വൈസ് എന്ന് മാത്രം പറയുന്നതാണ് ശരി. ഹി ഹാസ് സോൾഡ് ദ ഫർണിച്ചേഴ്സ്, അത് തെറ്റാണ്. ഹി ഹാസ് സോൾഡ് ദ ഫർണിച്ചർ എന്നാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇഫ് we have to indicate that the number of news, advice, information is more than one, the example listed can be followed. അതായത് നമുക്കിവിടെ ന്യൂസ്, നമ്പർ ഓഫ് ന്യൂസസ്, അഡ്വൈസസ്, ഇൻഫർമേഷൻ ഇതിങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഹി ഹാസ് സോൾഡ് മെനി പീസസ് ഓഫ് ദ ഫർണിച്ചർ. അതായത് ഇവിടെ മെനി പീസസ് ഓഫ് ദ ഫർണിച്ചർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു ഗിവ് യു. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു ഗിവ് യു. ഓക്കെ, എല്ലാവർക്കും ഈ സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിബഡി.